ഹലോ, വെൽക്കം ബാക്ക് ടു madlychum. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്നലെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫ്രൂട്ട്സ് ആയിട്ടാണ് വന്നത്. അതിൽ മുന്തിരി എടുത്ത് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഭയങ്കര പുളിയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് സ്ക്വാഷിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഷാമിസോണിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം മുന്തിരിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽ നിന്ന് കുറേ വെടക്കായ മുന്തിരികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ മുന്തിരി ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലൊക്കെ ആയിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. കഴുകി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിലത്തെ വെള്ളം വരാൻ വേണ്ടിയിട്ട് കുറേ നേരം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. കാരണം ഇതിൽ തുള്ളി വെള്ളമൊന്നും ഉണ്ടാവരുത്. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം. മുന്തിരിത്തെ വെള്ളമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പഞ്ചസാരയും അതേപോലെ വലിയൊരു ചെറുനാരങ്ങയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. സ്ക്വാഷ് ഉണ്ടാക്കുന്നതിലേക്ക് മെയിനായിട്ടുള്ളൊരു സാധനമാണ് ഷുഗർ സിറപ്പ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് ഷുഗറാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് ഈ 2 കപ്പ് അളവ് തന്നെ വെള്ളം ഒഴിക്കുക. പിന്നെ ഈ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കതൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും വേണം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ തിളക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഗ്യാസ് ഓഫ് ആക്കുക. ഇനി ആ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് തണുക്കാൻ വെക്കുക. ആ ടൈമിൽ നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വെള്ളം വരാൻ വെച്ച മുന്തിരി നന്നായിട്ട് മിക്സിയിൽ വെള്ളം കൂട്ടാതെ കറക്കി എടുത്തിട്ട് വരാം. മുന്തിരി ഏകദേശം 1 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ആ മുന്തിരി അരച്ചപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനിതിൽ തുള്ളി വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതുപോലെ വേണം കേട്ടോ മുന്തിരി നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ വലിയൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഈ മുന്തിരി അടിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതൊന്നും മറക്കാതെ ചെയ്യണേ. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ഷുഗർ സിറപ്പ് നന്നായി തണുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നേരെ മുന്തിരി ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കറക്റ്റ് മധുരമാണ്. അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കിയപ്പോഴാണ് നാരങ്ങക്കുരുക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്ത് ഞാനിതെങ്ങനെ സെർവ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഒരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ക്വാഷ് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്ലാസ്സിൽ പകുതി വരെ അത് ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് എല്ലാത്തിലും 2 ഐസ് ക്യൂബ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത് ഞാൻ പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാത്തിലേക്കും 1 സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടർ അല്ലെങ്കിൽ ഐസ് വാട്ടർ അതിലേതെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി മൊത്തത്തിൽ ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെ ഗ്രേപ്സിൻ്റെ സ്ക്വാഷൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ആക്കട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.